ഇന്ന് ചക്കയപ്പമാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ചക്കയപ്പം ഉണ്ടാക്കുന്ന അറിയാം, എന്നാലും പറയുക. ചക്കപ്പഴം മിക്സിയിൽ അടിച്ച് വെച്ചത്, പുഞ്ചപ്പുട്ടുപൊടി 2 കപ്പ്, 1 കപ്പ് റവ, 1 കപ്പ് ഗോതമ്പ് പൊടി, ജീരകം, ഏലക്ക, ഉണ്ടശർക്കര, ഒരു മുറി തേങ്ങ തിരുമ്മിയത്, ഒരു മുറി തേങ്ങ കൊത്തരിഞ്ഞ് വെച്ചത്, പിന്നെ ഭക്ഷണയില, പട്ടയില, ശകല ഉപ്പൊടിയും കൂടി ഇടണം. നമുക്കത് ഉരുളി വെച്ച് അതിനകത്തോട്ട് ഈ റവയും ഗോതമ്പ് പൊടിയും പുഞ്ചപ്പുട്ടുപൊടിയും ഒക്കെ ഇടുക. കാരണം ഈ റവ ഇടുമ്പോൾ ഉണ്ടല്ലോ, ഈ ചക്കയപ്പത്തിനൊരു പിടുത്തം കിട്ടും, ഒരു മുറുക്ക. അതിനാണ് ഈ റവ ഇടുന്നത്, വറുത്ത റവ. പിന്നെ നമുക്ക് ജീരകം, ഏലക്കായ് മിക്സിയിലടിക്കുക, അല്ലാതെ നമുക്ക് ഞെരടി കൈകൊണ്ട് ഞെരടി ചേർത്താലും സ്വാദാത്. ഈ തേങ്ങാക്കൊത്തിടുന്നത് എൻ്റെ അഭിമോന് വലിയ ഇഷ്ടമാണ്. തേങ്ങാക്കൊത്തിട്ടത് അവന് തിരുമ്മി ഇടുന്നതിൻ്റെ രുചി അവനിഷ്ടമാണ്. ഈ തേങ്ങാക്കൊത്ത് ഇടയ്ക്ക് കടിക്കുന്നത് അത് ഞാൻ എൻ്റെ അഭിമോന് വേണ്ടി ഞാൻ ഈ തേങ്ങാക്കൊത്തിടും. പിന്നെ ചക്കപ്പഴവും ഇട്ട് ശർക്കരപ്പാനി ഉരുക്കി വെച്ചേക്കണം, അതും കൂടെ ഒഴിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കണം. കാരണം ഇത് ഞാൻ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ പണ്ട് പച്ചക്കറി വാങ്ങിക്കുന്നിടത്തെ ഓമനയുടെ മോള് തന്നതാണ്. ഞാൻ ഇങ്ങോട്ട് വന്ന വഴി എന്നോട് ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം എന്നോട് ചോദിച്ചു, ചേച്ചി വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ ചേച്ചി കൊണ്ടുപോയി ഇത് യൂട്യൂബിലിടണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിത് കൊണ്ടുവന്നേ. ഞങ്ങൾക്ക് ഇവിടെ ചക്കയൊന്നുമില്ല, ആയി വരുന്നതേ ഉള്ളെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെന്നെയും കാണിക്കാം. പിന്നെ ഒരു ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇഡലിക്കുട്ടം വെച്ച് അതിനകത്തോട്ട് വെന്ത് കഴിയുമ്പോൾ ഇത് ഇടുക. ഈ സമയം ഞാൻ ഓമനെ ഓർക്കുന്നു, ആ ഓമനയുടെ മോളെ പറഞ്ഞുകൊണ്ട് ഞാൻ യൂട്യൂബിൽ ഇടുന്നതും കേട്ടോ മോളെ. പിന്നെ എല്ലാവരും ജ്യോതിയമ്മാസ് കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കരുതേ.